ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നെതറിൻ്റെ അകത്താണ്. നെതറിൽ നമ്മൾ എൻ്റർപേൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോട്ടോസ് കണ്ടുപിടിച്ച് അതിന് ഇതൊക്കെ എടുത്താണ്, ബ്ലേസ് റോഡൊക്കെ എടുത്താണ്. ഇനി എൻ്റർപേളും കൂടി വേണം. ഒരു 2 സ്റ്റാക്ക് എൻ്റർപേൾ കൊണ്ടുപോകാൻ ഞാൻ കരുതുന്നത്. കിട്ടിയാൽ മതി. അത് ഇങ്ങനെ പോകണമെങ്കിൽ കിട്ടൂല. കണ്ടു ഒരടി അടിച്ചുമ്പോഴത്തേനും ഒരു പായാണ്. ഞാൻ ഇവിടെ കുറച്ച് നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരടി അടിച്ചൊരു പായും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോകും. വല്ല തീക്കൊക്കെ ഒരു കയറി കൊടുക്കും. എന്നിട്ട് അവിടെ പോയി ചാവും. സൗണ്ട് കേൾക്കും ചാവുന്നത്. പക്ഷേ ഒന്ന് കിട്ടുമല്ലോ. ഇത്ര നേരമായിട്ട് ഞങ്ങൾക്ക് ഒന്നാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കരുതുന്നത് ഇപ്പോൾ ഒരു ബോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബോട്ടിലിരിക്കേണ്ട പോലെ കൊല്ലാന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും. ഇതൊന്നുമില്ല, ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞ് കളിച്ചാൽ ഭാഗത്ത് ഒരുങ്ങിയിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ബോട്ട് എടുത്ത് കൊടുക്കണേ. ഈ ബോട്ട് ഇവിടെ വെച്ചാണ്ട് ഇനി ഞാൻ പറഞ്ഞാൽ ഇനി വിളിച്ചാൽ ഇനി ഒരു ഇവിടെ തന്നെ കണ്ടോ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടിക്കോളും. അല്ലെങ്കിൽ ഒരടി കിട്ടുമ്പോൾ ഇതിനെ അവിടെ നിന്ന് പോകും. പിന്നെ ഒരു കൈക്ക് കാണൂല അവിടെ നോക്കില്ല പാദ്യം വരി. ഞാൻ എന്തായാലും ഇങ്ങനെ കുറേ ഒപ്പിച്ചിട്ട് 2 സ്റ്റാക്ക് ഒപ്പിച്ചിടണം. ഒരു സ്റ്റാക്ക് നമുക്ക് എക്സ്ട്രാ കയ്യിൽ വെക്കാൻ, അത് വേറെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും കണ്ടില്ല ഒരുപാട് പൊട്ടും ചെയ്തിട്ടോ. അടുത്ത വളർത്തുണ്ട്. അതിന് എത്ര എടുക്കാലും ഉണ്ടാവും ആവശ്യം തോന്നുന്നില്ല. 2 സ്റ്റാക്കിന് ഈ സോഡും ഇതൊന്നും. എന്തായാലും ഇപ്പോൾ നമ്മളെ സോഡൊക്കെ പൊട്ടിക്കണേ. ഈ പിക്കാക്സും കൂടെ എടുത്തിട്ട് പിക്കാക്സും കൂടി കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിക്കണേ. 2 സ്റ്റാക്ക് ഒപ്പിച്ചിക്കണേ. നമുക്കിത് നേരെ IF ഫൈൻഡർ ആക്കാം. അതിനൊരു പറയുന്നത് IF ഫൈൻഡർ ഇതൊക്കെയാണ്. ഇതെന്തായാലും ഒരു സ്റ്റാക്ക് പിടിച്ചോളൂ. ഇനി അത് അങ്ങനെ പൊട്ടി പോകണമെങ്കിൽ ഇതിന് വേണ്ടാത്തൊക്കെ ഇതിൽ വെച്ചാണ്ട് നമുക്ക് ഇപ്പം തന്നെ പോവാം. ഡ്രാഗനെ തപ്പി 49ാമത്തെ ദിവസമായിരുന്നു. എന്തായാലും നമ്മളെ ഫസ്റ്റത്തെ IF ഫൈൻഡർ നമ്മൾ എറിഞ്ഞു. ഫസ്റ്റ് തന്നെ പൊട്ടിക്കണേ. നല്ലൊരു തുടക്കമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോകാം. നമ്മളെ ചലഞ്ച് മാതിരി തന്നെ നമ്മൾ ഇപ്പോൾ കറക്റ്റായി പോകുന്നുണ്ട്. 49ാമത്തെ ദിവസത്തിൽ തന്നെ നമ്മൾ ഡ്രാഗനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 50ാമത്തെ ദിവസം തന്നെ 49 തന്നെ ഇറങ്ങിയിരുന്നത്. എത്രാമത്തെ ദിവസത്തിൽ നമ്മൾ ഓനെ കൊല്ലും കൂടി നോക്കണം. തോന്നുന്നത് 50 ഈ എപ്പിസോഡ് ഈ ദിവസം നിന്ന് എന്തായാലും കൊല്ലെടുക്കില്ല. കുറേ തപ്പേണ്ടി വരും. 10,000 ബ്ലോക്ക് പോകേണ്ടി വരും എന്തായാലും തപ്പിയാണ്. അത് പിന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ എന്തൊക്കെ അവസ്ഥ എന്നൊക്കെ നമുക്ക് അറിയാം. എന്തായാലും പോയി നോക്കാം. എന്തായാലും ഈ കാര്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തുന്ന കരുതുന്നത് സാധാരണ വില്ലേജിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ കടലിൻ്റെ താഴേക്കായിട്ടാണ് വരല്. വില്ലേജിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് അത്ര ഉപകാരമാണ്. എന്തായാലും ഇനി കാര്യമായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ആ കടലിൻ്റെ നടുവതിന് തോന്നുന്നു. കടലിൻ്റെ അവിടെ എനിക്കൊക്കെ ആയിട്ടുണ്ടാവും. ആകെ 100 ബ്ലോക്കേ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇനി പോകേണ്ടി വരും. നമുക്ക് എന്തായാലും ഇങ്ങനത്തെ പോയി നോക്കാം. കുറച്ചുകൊണ്ട് പോയിട്ട് ഒന്നുകൂടി വന്ന് നോക്കാം. ഇതുവരെ എല്ലാവരും ഒന്ന് പൊട്ടിയേക്കണ്. ബാക്കിയൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല. പൊട്ടാതെ പോയാൽ കയ്യിലുണ്ടായി. പിന്നെ ഇൻ്റർജസ്റ്റൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇൻ്റർജസ്റ്റ് ഉണ്ടാക്കാം, സെറ്റാക്കണം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അറിഞ്ഞു നോക്കാം. അപ്പോൾ മാത്സ് തന്നെ പോകുന്നത് നമുക്ക് അങ്ങനെ തന്നെ പോയാൽ പറഞ്ഞു പോകില്ല. എന്താണ് പോകാൻ നോക്കാം. എന്തെങ്കിലുമൊക്കെ കാണും. എന്താ വല്ല വില്ലേജിൻ്റെ അടിയിലാണെങ്കിൽ അതൊക്കെ ഒരു വില്ലേജ് കൂടി കാണുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തടുത്ത് കുറേ വില്ലേജ് ഉണ്ട് തോന്നുന്നു. എന്തായാലും 600 ബ്ലോക്കാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെന്താ അടുത്ത വില്ലേജ് കേട്ടോ. ഇവിടെ ചാൻസ് ഒന്നുമില്ല. 10,000 ബ്ലോക്കോ 2,000 ബ്ലോക്കോ ദൂരത്തെ ഉണ്ടാവും എന്നൊക്കെയാണ് എല്ലായിടത്തും പറയുന്നത്. എന്തായാലും നോക്കട്ടെ ഇവിടെ എത്താം. എന്തായാലും ഇവിടെ അല്ല തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ ആവില്ല. നമുക്ക് എന്തായാലും ഒന്നുകൂടി അറിയാം. നേരെ തന്നെയാണ് പോകുന്നത്. നല്ലത് ഇത് കയറലോ നടക്കും. നമുക്കൊക്കെ വളഞ്ഞിട്ട് കയറാൻ വല്ല വഴി ഉണ്ടാക്കട്ടെ. ബ്രിഡ്ജാണ് കയറാൻ വെച്ച. അവിടെ പോയിട്ട് കുറേ ബ്രിഡ്ജ് എല്ലാം ഡ്രാഗൻ കൊല്ലാനായി. ഞാനൊരു ടെക്സ്റ്റർ ബാഗ് ഇടുന്നത്. അതാണ് ആകാശത്ത് ഇങ്ങനെ. അവിടെ വെച്ച് റെക്കോർഡ് ഓഫായി. എന്തൊക്കെയായി, മൈക്കൊക്കെ മ്യൂട്ടായി, എന്തൊക്കെയായി. എന്തായാലും നമ്മൾ അവിടെ നിന്നോട് കുറച്ച് പോകുന്നു. അവിടെ നിന്ന് കുറച്ച് അധികമൊന്നും പോകുന്നില്ല, കുറച്ചുകൂടെ പോകുന്നു. നേരത്തെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം.
ഇന്ന് തന്നെ കണ്ടുപിടിച്ചാൽ പറ്റിയാൽ മതി. 49 ദിവസത്തെ പോയൊക്കെ അങ്ങനെ തന്നെ. അത് വേറെ ഭയമാണ്, കുറച്ചൊരു പച്ചപ്പില്ലൊരു ഭയമാണ്, നല്ല പച്ചപ്പല്ലേ എന്ത് വെച്ച് കൊള്ളാം. എന്തായാലും നേരത്തെ ഇങ്ങനെ പോയൊക്കെ ഇതുവരെ എങ്ങോട്ടും വളയൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ പോയൊക്കെ കുറച്ച് കോട്ടൊക്കെ എന്തായാലും അടുത്ത വില്ലേജ് എത്തിക്കണം. അതിൻ്റെ ഇടയിൽ കുറേ എന്തൊക്കെ ഈ റെക്കോർഡിങ് ഇഷ്യൂ ഉണ്ടായിട്ട് ഒന്നും കാണിച്ചാൽ പറ്റിയില്ല. 1200 ബ്ലോക്ക് വന്നു, അധികമൊന്നും പോകുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കട്ടായത്. നമ്മളെന്തായാലും അടുത്ത ഒന്നുകൂടി എറിഞ്ഞിരിക്കണ്. ഇത് ആകെ അവിടെ ഇവിടെ ആയിട്ട് ചുറ്റിക്കറിയാണ്ട് കാണിച്ചു. പക്ഷെ ഒന്നും ഈ വില്ലേജിൻ്റെ അടിയിൽ തന്നെയാണ്, കുറേ അങ്ങോട്ട് പോകും കുറേ ഇങ്ങോട്ട് വരും. ഇതിൻ്റെ അടിയിൽ തന്നെയാണ്. പക്ഷെ ഞാൻ പിന്നെ അറിയണത് കറക്റ്റ് അതിൻ്റെ മേലേക്ക് കറക്റ്റ് എറിഞ്ഞാണ്ട് കറക്റ്റ് ആ ലൊക്കേഷൻ ഈ IF കാണിച്ചു. അതിൻ്റെ നേരെ അടിയിലേക്ക് കുഴിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറക്റ്റ് പോർട്ടലിൻ്റെ അടുത്ത് എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. സ്കോർ ഇവിടെ അവിടെ തന്നെയാണ്. എന്തായാലും കറക്റ്റ് ഒന്നുകൂടി ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് പിന്നെ ഇങ്ങനെ അറിയുന്നത്. ഞാനിതിനു മുമ്പ് ഡ്രാഗനെ കൊന്നപ്പോൾ ഇങ്ങനെ തന്നെ കാട്ടിയത്. ഇതൊക്കെ നമ്മൾ എറിഞ്ഞതൊക്കെ നോക്കണം ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതാ ഇവിടെ തന്നെയാണ്. എന്തായാലും ഒന്നുകൂടി എറിഞ്ഞു നോക്കാം. കറക്റ്റ് അവിടെ പോയി നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരെ പോർട്ടലിൻ്റെ മേലേക്ക് വന്ന് ഇറങ്ങും. അതല്ലെങ്കിൽ കുറച്ച് കറങ്ങേണ്ടി വരും. ചാൻസ് കൂടുതലും മേലേക്ക് വന്ന് ഇറങ്ങാനാണ്, കാരണം അത്രയും കറക്റ്റ് കാണിച്ചിട്ട് പോർട്ടലിൻ്റെ നേരെ മേലാകാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും കുഴിച്ചാണ്ട് അടിയിലേക്ക് എന്തായാലും പോയേക്കാം. കുറേ മൈൻഡ് വരും. ഡീപ്പ് ഫ്ലൈറ്റ് ഒക്കെ എത്തേണ്ട ഒരു മിക്കവാറും അതിൻ്റെ ഇടയിൽ കേവ് കൂടി വന്നാൽ കഴിഞ്ഞു. എന്തായാലും കുഴിച്ചിട്ട് വേണം. എന്തായാലും കുഴിച്ച് നമ്മളിതുവരെ ഒരു കേവിൻ്റെ ഉള്ളിൽ എത്തുന്ന അത്യാവശ്യം നല്ല വലിയ കേവാ തോന്നുന്നു. ഒന്നുമില്ല, പേര് ഉരുട്ടി കുറച്ചെന്നെ പേര് അവിടെ വെച്ചതാണ്. അടിയിൽ എന്തെങ്കിലും ചാടി വെക്കാം. അടിയിൽ ചാടുമ്പോൾ ഒരു ക്രീപ്പർ ബാക്കുന്ന പൊട്ടിത്തെറിച്ചടി അകത്തായി. നമുക്ക് MLG ട്രൈ ചെയ്ത് നോക്കണം. അല്ല റിസ്ക് എടുക്കാൻ ചത്തയും പോയിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ അടിയിൽ എന്താ ഇത് തോന്നുന്നു മൈൻ ഷാഫ്റ്റാണെന്ന്. എന്തായാലും ഒരു മൈൻ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ എത്തിയാണ്. അപ്പോൾ എന്തായാലും ഇനി അടിയിങ്ങനെ പോയേക്കാം. എന്തായാലും ഇവിടെ എന്തായാലും ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ കുഴിച്ച് പേടിയുണ്ട്, കാരണം ക്രീപ്പറിൻ്റെ പൊട്ടിക്കറിക്ക് നമ്മൾ എന്തായാലും ചാകും. അടിയാക്കുന്നത് റോബി വെള്ളണ്ടായിട്ട് നിങ്ങൾക്ക് കയറിയാൻ ചാൻസ് കൂടെ. എന്തായാലും നേരത്തെ തന്നെ അടികൾ പോയേക്കാം. എവിടേക്ക് എത്തുന്നു നമുക്കെന്തായാലും വെയിലൊക്കെ അപ്പോൾ അതിൻ്റെ നേരെ അടിയിങ്ങനെ എത്തിയാണ്. നേരെ മൈൻ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി. ഇവിടെ ഒന്ന് കവർ ചെയ്യും. എന്തായാലും ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇത് വെക്കാം, ബ്ലോക്ക് വെക്കാം. അത് വലിയ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോകുന്നേ. ഇത് നമ്മൾ എന്താ ഇതിൻ്റെ ഉള്ളിൽ കത്തിയാണ്. ഇവിടേക്ക് എൻ്റെ ബോട്ടിലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കത്തിയാണ്. എന്തായാലും ബ്രിക്സ് പിന്നെ ആ മറ്റേ ചുണ്ടുകളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പേര് ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവുക. എന്തായാലും അതിൻ്റെ നേരെ അടിയിങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ അടുത്തുകൾ ഉപ്പിൻ്റെ ഇപ്പോൾ ഐറ്റാളെ കൊല്ലണല്ലോ. ഓലൊക്കെ എനിക്ക് ഹെൽത്ത് അടിയിൽ ഇത്രയുള്ളൂ. പറ്റണോലെ ഇവിടെ തന്നെ കൊല്ലും. അടിയിൽ ഇറങ്ങേണ്ടി അല്ലാത്തോലെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കാം. ഇവിടെ നിന്ന് ചത്തൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതൊന്നും നിർത്തി പോകും. ഈ വൈക്ക് വരില്ലെങ്കിൽ പെട്ടെന്ന് മേലകൾ കയറി വന്നാൽ ചത്ത് ഹൈറ്റൊന്നും കയറാൻ പറ്റില്ല തോന്നുന്നു. അതൊക്കെ ടോർച്ച് വെക്കട്ടെ തോന്നുന്നു. ടോർച്ച് വെക്കാം. വണ്ടിക്ക് അറിയാം. ഈ കാരണം രണ്ടെണ്ണം തന്നെ ഉള്ളൂ. ഇതൊന്നും കൊല്ലാൻ കിട്ടും. പറഞ്ഞു അടിക്ക് അടി എത്തും കോട്ട. എന്തായാലും അടിയനെ അടിക്കുന്നത് കണ്ടോ നമ്മൾ ആർട്ടിസ്റ്റ്. ഓൻ്റെ ഒരു ഇതിന് അര ഹാർട്ടീസ് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അവിടെ ഉണ്ടാവും നോക്കാം. സംഭവം എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെന്തായാലും കുറച്ച് തപ്പേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ നോക്കാം. അതേപോലെ അടിയിൽ പോയി കാണുമ്പോൾ അതന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്തായാലും അങ്ങനെ നല്ല കാണുന്നത്.
അതൊന്ന് ഷെൽഫൊക്കെ കണ്ടിരുന്നു ഇവിടെ കണ്ടോ. നമുക്ക് ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. നമുക്ക് ഇനി വരുമ്പോൾ എന്തായാലും നെതർ വഴി വരാനൊക്കെ നോക്കാം. നമ്മളവിടുന്ന് കത്തിയത് അത് കറക്റ്റ് നമ്മളവിടെ എത്തിക്കുന്നത് എന്തായാലും. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താനൊക്കെ കരുതുന്നത്. ഇപ്പത്തിൻ്റെ ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. റെക്കോർഡ് ചെയ്യാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ അപ്ലോഡ് ചെയ്യാൻ നെറ്റിന് ഇഷ്യൂ വരാൻ ചാൻസ് കൂടുതലാണ്. ഒന്നാമതേ ക്ലാരിറ്റി ഒക്കെ കുറവാണ് വീഡിയോക്ക്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്താനാണ് കരുതുന്നത്. ഇതിനെ പൊട്ടിക്കാണ്ട് വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇവിടുത്തെ ലാഭമൊക്കെ നടക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്തണം. അടുത്ത എപ്പിസോഡിൽ കാണാം.